മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഈ ഒരു ചിത്രത്തില് കാണുന്നത് എന്താണ്? കുറേ കുട്ടികളുണ്ടല്ലേ? ഇതില് നിങ്ങളുണ്ടോ? അമ്മുണ്ട്, മിന്നുണ്ട്, ചിക്കുണ്ട്, പിങ്കുണ്ട്, അല്ലേ? ടോമി ഉണ്ട്. വേറെ ആരൊക്കെയാണ്? മുഹമ്മദ് ഉണ്ട്. എല്ലാരും ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് നോക്കുന്നുണ്ട്. ആരെയാ നോക്കുന്നേ? നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ ഉണ്ടല്ലേ? ഇതാരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ആണല്ലോ, അല്ലേ? അപ്പൊ ഇവിടെയുള്ള ഒരാളുണ്ട്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അത്ര കണ്ടു പരിചയം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനെ എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? ഗാന്ധിജി അപ്പൂപ്പനെ എല്ലാവർക്കും അറിയാം. ഗാന്ധിജി അല്ലെങ്കിൽ നമ്മൾ എന്തു പറയും? ബാപ്പുജി എന്നൊക്കെ പറയാറുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബാപ്പു എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? ബാപ്പുജി, ബാപ്പു എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഗാന്ധിജിയെയാണ്. അപ്പോൾ ഗാന്ധിജിയെയും ഇവിടെയുള്ള വേറൊരാളെയും കൂടെ നോക്കുന്നത്. ഇതാരാണ്? കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ ആരാണ്? ഇതാണ് ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ B.R. അംബേദ്കർ. ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. അപ്പൊ നോക്കണേ, ശരിക്കും കണ്ണടയൊക്കെ വെച്ച്, നല്ലൊരു മനുഷ്യല്ലേ? കൊട്ടൊക്കെ ഇട്ട് ഡോക്ടർ B.R. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഇത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ഹു ഇസ് ദ ഫാദർ ഓഫ് നേഷൻ? മഹാത്മാഗാന്ധി എന്ന, ഗാന്ധിജി എന്ന, ബാപ്പുജി എന്ന നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ഇദ്ദേഹത്തിന്റെയും ചിത്രം കുട്ടികൾ നോക്കുന്നുണ്ട് അല്ലേ? ഇതെന്തിനായിരിക്കും നോക്കുന്നത്? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ വളരെ പ്രധാനമായ പങ്കുവഹിച്ച ഗാന്ധിജി, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച്, അതിനെപ്പറ്റി ഇന്ത്യന്റെ ഭരണ നിയമങ്ങളെ കുറിച്ചും എല്ലാം കൃത്യമായിട്ടും ധാരണയുണ്ടാക്കി അതിനുവേണ്ടി ഒരു പുസ്തകം തന്നെ തയ്യാറാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ഒരു മനുഷ്യൻ ഡോക്ടർ B.R. അംബേദ്കർ. ഇതുപോലുള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരേ. ഇതെവിടെയാ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടപ്പോ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? തിരുവനന്തപുരത്താണ്. ഞാനൊരു ക്ലൂ തന്നു. നിയമസഭാ മന്ദിരം, അല്ലേ? നമ്മളൊന്ന് എന്ന് പറയുന്ന ഒരു പാഠത്തിലാണ് നമ്മൾ ഇതിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ നിയമസഭാ മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ മന്ദിരം, കേരളത്തിന്റെ നിയമസഭാ മന്ദിരം. നമ്മുടെ നിയമങ്ങളൊക്കെ കുറെ ആള് ഭരിക്കുന്നില്ലേ നമ്മുടെ രാജ്യത്തെ, അല്ലെ? നിങ്ങളുടെ ഒരു ഗ്രാമത്തിലാണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ഒക്കെ ഉണ്ടാവും, അല്ലെ? പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ആരെല്ലാം ഉണ്ടാവും? അവിടെ ഉണ്ടാവും ഇങ്ങനെ ഭരിക്കുന്ന ആളുകള്, അല്ലേ? അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു പഞ്ചായത്ത് എടുക്കുക. നിങ്ങളെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാനൊക്കെ പോവാറില്ലേ? എന്തിനാ വോട്ട് ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടത് കയ്യിൽ ഇവിടെ ഇങ്ങനെ മഷിയാക്കി വരാനാണോ? അല്ല, നമ്മള് കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് നമ്മളെ ഭരിക്കാൻ വേണ്ടി. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി, നമ്മുടെ നാടിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിന് പറ്റിയ ആളുകളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ്. നിങ്ങളെ ക്ലാസ്സിൽ ലീഡറെയൊക്കെ തിരഞ്ഞെടുക്കാറില്ലേ? അതുപോലെ കുറച്ച് ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ തിരഞ്ഞെടുത്ത ആളുകളൊക്കെ ഇപ്പോൾ ഓരോരോ പഞ്ചായത്തിലാണെങ്കിൽ അങ്ങനെ നമ്മളെ കേരളത്തിന്റെ, അല്ലെ? ഇപ്പൊ ആരാണ് പിന്നെ കേരളം ഭരിക്കുന്നത്? മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ, അല്ലേ? അപ്പോൾ ശ്രീ പിണറായി വിജയൻ, അവരുടെ കൂടെയുള്ള ഒരുപാട് മന്ത്രിമാരില്ലേ, അല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി സാറാണ്, അല്ലേ? അപ്പൊ അദ്ദേഹവും ഒക്കെ ഒരുപാട് ആളുകൾ, ആരോഗ്യമന്ത്രി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാരും എവിടെ ഉണ്ടാവുക? ഇവിടെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെ? നിയമസഭാ മന്ദിരം അത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്താണ്. നമ്മുടെ തലസ്ഥാനത്താണ് തിരുവനന്തപുരം. അതൊന്ന് തിരിച്ചിട്ടെ. രംപുന്തനവരുതി, തിരുവനന്തപുരം. അപ്പോ ഇത് ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് KR നാരായണൻ.
KR നാരായണൻ ആയിരുന്നു രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ 1998 കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് GK ചോദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നിയമസഭാ മന്ദിരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. PR അംബേദ്കർ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രപതി ഗാന്ധിജി അല്ലെ, മഹാത്മാഗാന്ധി ആണ് നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലേ. നമ്മുടെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് നേഷൻ അല്ലേ. ഇനി ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു അല്ലേ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ ഇല്ല, ഈ പാഠമായിട്ട് ബന്ധപ്പെട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ടീച്ചർ മറ്റൊരു പ്രധാന വിവരമായിട്ട് അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിക്കുക കേട്ടോ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.